ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സാറ്റർഡേ ആണ്. സോ എനിക്ക് യൂഷ്വലി സാറ്റർഡേ സൺഡേ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയുക, ഫുഡും പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വർക്കൗട്ടുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇപ്പം ഈ ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മിഡിൽ ഓഫ് ദി ഡേ ആണ്. ഇതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരുക. ഹായ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ എന്താ രാവിലെ എണീച്ചു, ഒന്ന് പെട്ടെന്ന് ഫ്രഷായി താഴേക്ക് വന്നു. സോ യൂഷ്വലി ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 2 കപ്പ് ഹോട്ട് വാട്ടറിലാണ്. നമുക്ക് പെട്ടെന്ന് വാട്ടർ ബോയിൽ ചെയ്തിട്ട് വരാം. വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയം ഞാൻ അതിൻ്റെ അകത്ത് ജിഞ്ചറും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഈ ജിഞ്ചർ ആഡ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതെൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താ, നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റും ചെയ്യും. പിന്നെ ഇപ്പോൾ സ്കിന്ന് ലൈക്ക് നല്ലൊരു ഹെൽത്തി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. സോ എല്ലാ കാര്യങ്ങളും ഒന്ന് റിലാക്സ് ചെയ്ത് ചെയ്യുകയാണ്. ഇപ്പം നോർമലി ഒരു വീക്ക് ഡേ ആണെങ്കിൽ എന്താ പറയുക, ഒരു 9-9:15 ആകുമ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യണം. അത് കഴിഞ്ഞ് ലൈക്ക് ഫുൾ മീറ്റിംഗ് വർക്കിൽ ലൈക്ക് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും. ആ കൂടെ സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. റീസെൻ്റ്ലി എനിക്ക് ഇൻസ്റ്റാഗ്രാം DMസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് മാക്സിമം DMസിന് റിപ്ലൈ കൊടുത്തു. ഞാൻ വിചാരിച്ച് ഫ്യൂച്ചറിൽ ഒരു Q&A വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റോ DM ആയിട്ട് അയക്കുക. ഞാൻ ആ ക്വസ്റ്റ്യൻസും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ പിന്നീട് ഓർത്ത് ഒരു സമഹ എന്ന് പറഞ്ഞൊരു ഹെർബൽ ഡ്രിങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 to 3 days ആയി. ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. സോ ഇന്ന് അതും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി ഒരു ടീ പോലത്തെ ഒരു സംഭവമാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഇടയ്ക്ക് എൻ്റെ നോസ് ബ്ലോക്ക് ആവാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10 to 20 days കണ്ടിന്യൂസ് ഏർലി മോർണിംഗ് എടുത്ത് നോക്കാം. എന്തെങ്കിലും ബോഡിയിൽ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എൻ്റെ പേഴ്സണൽ റിവ്യൂ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റഗ്രാമിലോ സ്റ്റോറി ആയിട്ടോ ഷോർട്ടായിട്ടോ ആഡും ചെയ്യാം. പിന്നെ ഒരു 30 minutes ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഒരു പപ്പായ സ്ലൈസും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു 80% ഓഫ് ഫ്രൂട്ട് വീട്ടിൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് മേടിക്കേണ്ട അവസ്ഥ വളരെ കുറവാണ്. ഇപ്പോൾ ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ പോമഗ്രാനൈറ്റോ അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ കൂടുതലും വെളിയിൽ നിന്ന് മേടിക്കാറുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ച് സൺലൈറ്റ് കൊണ്ട് കഴിക്കാം. സൺലൈറ്റൊക്കെ കൊള്ളുന്നത് ഭയങ്കര റെയറാണ്. എനിക്ക് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഒരു 9 o'clock ലോഗിൻ ചെയ്താൽ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുന്നത് ഒരു 5:30-5:40 ഒക്കെ ആകുമ്പോഴാണ്. അത് ജിമ്മിൽ പോകാൻ വേണ്ടിയാണ്. സോ എനിക്ക് തോന്നുന്നു ബെറ്റർ ഈ ഉച്ച സമയത്ത് സൺലൈറ്റാണ് നമ്മൾ കൂടുതൽ ഒരു 10 to 15 minutes കൊണ്ടാൽ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വൈറ്റമിൻ D എല്ലാം അബ്സോർബ് ആയിക്കോളും. പിന്നെ കുറച്ച് നേരം ലിയോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴും ലൈക്ക് ബേർഡ്സൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയായിരുന്നു. യൂഷ്വലി ബേർഡ്സ് ഇവിടെ എന്താ പറയുക, എന്തെങ്കിലും ത്രെട്ടായിട്ട് കാണുമ്പോഴാണ്, വല്ല സ്നേക്കോ എന്തെങ്കിലും കാണുമ്പോഴാണ് ഇത്രയും സൗണ്ട് ഉണ്ടാക്കാറുള്ളത്. പിന്നീടൊന്ന് ചുറ്റും ഒന്ന് നോക്കിയപ്പോഴാണ് ഈ തെങ്ങിലൊരു മൗണ്ടൻ സ്ക്വിറൽ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൊരു മാംഗോയും നൈസായിട്ട് കഴിച്ചിട്ട് എങ്ങോട്ടേക്കോ പോയി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. 4 എഗ്ഗ് എടുത്തു, ഒരു റാഗിയുടെ കുഞ്ഞു പീസ് പുട്ട് എടുത്തു, പിന്നെ കടലക്കറി എടുത്തിട്ടുണ്ട്. യൂഷ്വലി എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനൂടെയും 4 eggs ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ബോറടിച്ചു. അപ്പം വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. അപ്പം അതും മേടിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഈ സൈഡ് എനിക്ക് കുറച്ച് സീനാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി ഇറങ്ങുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. ഞാൻ വിചാരിച്ച അത്ര തിരക്ക് കാണത്തില്ല. പക്ഷേ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഫാമിലി എല്ലാവരും ഇവിടെയാണ്. സോ കാട്ടാക്കട ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുൾ ചെടിയും മരങ്ങളും ഭയങ്കര കാമും പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അടുത്താണ് നമ്മൾ നെയ്യാർ ഡാമും വരുന്നത്. ഇപ്പോൾ നമ്മൾ സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പം ചൂട് പൊതുവെ കുറവാണ്. പക്ഷെ ചൂടില്ലെന്നല്ല, ചൂടുണ്ട്.
പിന്നെ മഴ സമയത്തൊക്കെ ഭയങ്കര സൂപ്പറാണ്. ലൈക്ക് ഫുൾ തണുപ്പും. ഇവിടെ അടുത്താണ് നമ്മൾ മുടുപ്പുര ദേവി ടെമ്പിൾ ഉള്ളത്. അവിടെ ഇപ്പം കറന്റ് ഉത്സവം നടക്കണം. ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇനി സൂണായിട്ട് അവിടെയും ഒന്ന് പോകണം. എനിക്കൊന്ന് 14th 15th ആണ് ദേവിയുടെ തിരുമുടി ലൈക്ക് നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നത്. എനിക്കൊന്ന് 1 in 7 years ആണ് എല്ലാവരും വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാട്ടാക്കട ഈ ഫെസ്റ്റിവൽ ടൈമിൽ ഭയങ്കര കളർഫുള്ളും വൈബും. സോ എല്ലാവരും തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിനും പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ഈ സൂപ്പർ മാർക്കറ്റിലുണ്ടല്ലോ, ഇവര് എമും കുറെ ബേർഡ്സും പാരറ്റും എല്ലാം വളർത്തുന്നുണ്ട്. ചൂടെടുക്കുന്നു. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് കാറിലെത്തി. സോ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയാ മേടിച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. സോ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ട് 2 മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 പോമഗ്രാനൈറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് റൈസൻസും മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫൈനലി നമ്മള് മഖാനയും മേടിച്ചിട്ടുണ്ട്. ഇവിടെ അവർ ആക്ച്വലി ഇത് ലൂസ് ആയിട്ടാണ് ഇങ്ങനെ തരുന്നത്. സോ ഇപ്പം എന്തെങ്കിലും വർക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്നാക്ക് ആയിട്ടും ക്രേവ് ചെയ്യുന്നെങ്കിൽ യൂഷ്വലി ഞാൻ ഇതാണ് കഴിക്കാറുള്ളത്. ഇത് ലൈറ്റ്ലി നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ഗീ ഒഴിച്ച് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുക. സോ ഇങ്ങനെ ലൈക്ക് പോപ്കോൺ പോലെ ആയി വരും. സോ ഇതിൻ്റെ അകത്തുണ്ടല്ലോ എന്താ പറയുക, ആൻറ്റി ഓക്സിഡൻറ്റും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. സോ ഞാൻ ഇതാണ് ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി പെട്ടെന്ന് പോയി ചിക്കനും മേടിച്ച് ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ചിക്കൻ മേടിച്ച്, പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് സൂപ്പർ മഴയാണ്. ഞാൻ കാറിൽ നിന്ന് കുടയും എടുത്തില്ല. ഇനി മഴ തീരും വരെ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ. എന്തായാലും അത്രയും ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഓൾറെഡി ഭയങ്കര ലേറ്റായി. ഇനി പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഇനി ജിമ്മിലേക്ക് ഇറങ്ങണം. ഞാൻ ജിമ്മിൽ പോകുന്ന മുമ്പേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഒരു പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് കുടിക്കാറുണ്ട്. മറ്റേ ABC, ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിള് അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ് ഇടാം. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ അത് ഫ്യൂച്ചറിൽ ഇടാം. ഹായ് ഗൈസ്, നമ്മൾ ഫൈനലി ജിമ്മിലേക്ക് എത്തി. സോ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ യൂഷ്വലി എനിക്ക് ലെഗ് ഡേ ആണ്. അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് നിൽക്കാം. ഇനി ഫ്രണ്ട്സും കൂടെ ഉണ്ട്, അവരും വരും. ഇവിടെ ആരും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ലൈറ്റും പോയി ഓൺ ചെയ്യാം. യൂഷ്വലി സാറ്റർഡേ പൊതുവെ ഇവിടെ ആൾക്കാർ കുറവാണ്. ഇന്ന് തന്നെ എന്താ പറയുക, ഹാർഡ്ലി ഒരു 3 to 4 ആൾക്കാർ വന്നിട്ടുണ്ട്. പൊതുവേ ലെഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ കുറവാണ്. അല്ലെങ്കിൽ സാറ്റർഡേ വീക്കെൻഡ് ആകുമ്പോഴും ആൾക്കാർ കുറവാണ്. ഓക്കെ, നമുക്കിനി വാമപ്പ് സെക്ഷനിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് നമ്മളെ വാമപ്പ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബോഡി ഹീറ്റ് ആക്കുക. അപ്പോഴത്തേക്കും എന്താ എൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സൊക്കെ വന്നു. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. എന്നിട്ട് ഒരു 10 to 50 സ്ക്വാട്ടും കൂടെ ചെയ്തിട്ട് നമുക്ക് മെയിൻ വർക്കൗട്ടിലേക്ക് പോവാം. അപ്പോൾ ഒന്ന് വാമപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ട്രെയിനർ വരും. ഇനി പുള്ളിക്കാരൻ വന്നിട്ടാണ് നമുക്ക് ലൈക്ക് മെയിൻ വർക്കൗട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നത്. സോ ആ ടൈം കൊണ്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്യാം. എനിക്ക് നമ്മൾ സംസാരിക്കുന്ന ഓടി ഇടണമെന്നുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പാട്ടും കാര്യങ്ങളും ആയതുകൊണ്ട് എന്താ പറയുക, അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വോയിസ് ഓവർ ചെയ്തിരിക്കുകയാണ് ഇപ്പം. എനിക്ക് ആദ്യത്തെ വർക്കൗട്ട് തന്നെ വാക്കിംഗ് ലഞ്ചസ് ആയിരുന്നു. ഇത് 4 സെറ്റ്
ഓരോ സെറ്റിലും വെയിറ്റ് കൂട്ടി കൂട്ടി വരണം. ഈ പാത്ത് വേ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് ആവുന്നത്. ആദ്യമേ കൊല്ലാണ്, പക്ഷെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല ഗൈസ്. രണ്ടാമത്തെ വർക്കൗട്ട് സീറ്റഡ് ലെഗ് എക്സ്റ്റൻഷൻ ആണ്. സോ ഇതും 4 സെറ്റാണ്. ഇതിൻ്റെ ആദ്യത്തെ സെറ്റ് മാക്സിമം വെയിറ്റ് ഇട്ടിട്ട് 10 ടൈംസ്, എന്നിട്ട് ഓരോ സെറ്റിലും വെയിറ്റ് കുറച്ചിട്ട് 15, 20, 25 ടൈംസ് ആണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ട് ലെഗ് പ്രസ് ആണ്. ഇതും 4 സെറ്റ്. ഇത് നോർമൽ രീതിയിൽ വെയിറ്റ് കൂട്ടി കൂട്ടി 15 റെപ്പ് വെച്ച് ഈച്ച് സെറ്റ്, അങ്ങനെ 4 സെറ്റ്. അടുത്ത് നമ്മൾ നാലാമത്തെ വർക്കൗട്ട് സുമോ സ്ക്വാട്ടാണ്. ഇത് പക്ഷേ വെയിറ്റ് കൂട്ടിയാണ്. ആദ്യത്തെ സെറ്റ് മാക്സിമം വെയിറ്റ് ഇട്ടിട്ട് 10 ടൈംസ്, എന്നിട്ട് ഓരോ സെറ്റിലും വെയിറ്റ് കുറച്ചിട്ട് 15, 20, 25 അങ്ങനെ 4 സെറ്റ്. അങ്ങനെ ഫൈനലി നമ്മൾ അഞ്ചാമത്തെ വർക്കൗട്ട് ഹാംസ്ട്രിങ് കേൾ ആണ്. ഇത് ആക്ച്വലി നമുക്ക് മിഷീനിലും ചെയ്യാം, ഡംബലിലും ചെയ്യാം. സോ ഇവിടെ ഇന്ന് ഞാൻ ഡംബലാണ് ചെയ്യുന്നത്. ഇത് നോർമൽ രീതിയിൽ 4 സെറ്റ് 15 ടൈം ഓരോ വെയിറ്റ് കൂട്ടി കൂട്ടി. അങ്ങനെ ഫൈനലി ഇന്നത്തെ ലെഗ് വർക്കൗട്ടും തീർന്നു. ഇനി ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് പോവാം. വെളിയിൽ മഴയും തീർന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്നത്തെ ഡിന്നർ എടുത്ത് ഒരു ചപ്പാത്തി, ബീട്രൂട്ട് ഉണ്ടായിരുന്നു, എഗ് പ്ലാന്റിൻ്റെ ഒരു ഫ്രൈ പോലത്തെ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചു. ഞാനിപ്പോൾ ഭയങ്കര റെയർ ആയിട്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ വൺസ് ഇൻ എ വൈൽ ചീറ്റ് മീൽ കൊടുക്കുക, ഒരു ബോഡിക്ക് തന്നെ ഒരു ഷോക്ക് കൊടുക്കുക. ഇപ്പം നിങ്ങളെ ബോഡീനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അത് അക്കോർഡിംഗ്ലി ചീറ്റ് ഡേയ്സ് ഒക്കെ പ്ലാൻ ചെയ്യുക. കഴിയുന്നതും നല്ല ഫുഡ് കഴിക്കുക, വീട്ടിലുള്ള ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക. ഇപ്പം വീട്ടിലത്തെ ഫുഡ് കഴിച്ച് ഇപ്പം അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ അങ്ങനെ തോന്നാറില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നമുക്ക് തന്നെ അറിയാം അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം ഈ കാലത്ത് പുറത്ത് ഓയിലായാലും ശരി, ഇൻഗ്രീഡിയൻസ് ആയാലും ശരി, ഒന്ന് സൂക്ഷിച്ചും കണ്ടും അറിയാവുന്നുള്ള ഒരു സ്ഥലത്ത് പോയി കഴിക്കുക. ആയിട്ട് കാഷ്യൂം, pumpkin seedum, sunflower seedum, black raisins ഉണ്ട്. So much for watching this video. Do like and subscribe. നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ ഉടനെ കാണാം. ടാറ്റ.